കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം രേണുസുതി തന്നെയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണുസുതി ഇപ്പോൾ ദുബായിൽ ചെമ്പരത്തി റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനത്തിന് പോയതില്ലേ, അതേക്കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. രേണുവിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി, പോലീസ് പിടിച്ചു, കിച്ചുവും രേണുവും തമ്മിൽ പിരിഞ്ഞു, അമ്മയ്ക്കെതിരെ കിച്ചു രംഗത്തിറങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വിവാദങ്ങൾ ഇറങ്ങി. വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സത്യത്തിൽ ഇതൊക്കെ നടന്നതാണ്. അവൾ എങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ. സത്യം പറയുകയാണെങ്കിൽ ഞാൻ അവളെ താങ്ങുന്നതോ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ അല്ല സംസാരം. അവളൊരു ലേഡിയാണ്, ഒരു സ്ത്രീയാണ്. ഇപ്പോൾ ഈ ലോകത്ത് ഒരു വിധത്തിൽ സ്ത്രീകൾ നടക്കുന്ന കോലവും അവരുടെ രീതികളുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളവരെ കാർക്കിച്ച് തുപ്പും. സത്യമല്ലേ? എന്തിനാണ് ഈ രേണുസുതിയെ മാത്രം എല്ലാവരും ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്നത്? സുധി ഒരു കലാകാരൻ. സുധി അറിയപ്പെടുന്ന കലാകാരനാണോ എന്ന് ചോദിച്ചാൽ ആയിരുന്നു. സ്റ്റാർ മാജിക്കിൽ അറിയപ്പെടുന്ന ഒരു കലാകാരനായിരുന്നു. പക്ഷെ അന്നൊന്നും സുധിയെ ആരും ഇത്രത്തോളം സ്നേഹിക്കുകയോ സുധിയെ പറ്റി വാനോളം പുകഴ്ത്തുകയോ ചെയ്തിട്ടില്ല ആരും. പിന്നെ സുധി മരിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമൊക്കെ മീഡിയയിൽ ഭയങ്കര ഒരു ഇതായിരുന്നു. അതൊക്കെ ശരി. പക്ഷേ പിന്നെയാണ് രേണുസുതി രംഗത്തേക്ക് ഇറങ്ങിയതും രേണുസുതിയെക്കുറിച്ച് വിവാദങ്ങൾ പറയുകയും എല്ലാ പോസ്റ്റിൻ്റെ ചോട്ടിലും കമൻറ്റ് കാണും, സുധി സുധിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, സുധി നല്ലൊരു കലാകാരൻ. ഇപ്പോഴാണോ സുധിയെ വാനോളം എല്ലാവരും പുകഴ്ത്തുന്നത്? അന്ന് ജീവിച്ചിരിക്കുമ്പോൾ സുധിയെക്കുറിച്ച് ആരും വാനോളം പുകഴ്ത്തിയിട്ടില്ല. ഇപ്പോൾ രേണുസുതി മുഖാന്തരമാണ് സുധി ശരിക്കും ജനമനസ്സിലേക്ക് കയറിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഏതൊരു പെണ്ണാണെങ്കിലും ഏതൊരാളുകളാണെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോട്ടെ, അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ജീവിക്കട്ടെ. നമ്മൾ എന്തിനാ ആരാൻ്റെ കുടുംബത്തിലേക്ക് എത്തി നോക്കേണ്ട ആവശ്യം? നമ്മളിപ്പോൾ ഞാനായാൽ പോലും ഞാൻ മറ്റൊരാളുടെ കുറ്റം പറയുമ്പോൾ എൻ്റെ കുടുംബത്തിലെ അവസ്ഥ ഞാൻ ചിന്തിക്കണം അല്ലേ? പല ആൾക്കാരും രേണുവെ പല്ലിയെന്നും മറ്റുള്ളത് എന്തൊക്കെയോ പറയുന്ന അമ്മൂമ്മയെന്നൊക്കെ പറയുന്നത്. ഈ പറയുന്ന വ്യക്തികൾ ഓരോരുത്തരും അവരുടെ കുടുംബത്തിൽ അങ്ങനെ ആളുകളുണ്ടോ, അങ്ങനെ അവർ നടക്കുന്നുണ്ടോ അത് നോക്കുക. സ്വന്തം കുടുംബം നന്നാക്കിയിട്ട് പോരെ നമുക്ക് സമൂഹം നന്നാക്കലും? ഞാനതാ ചോദിക്കുന്നത്. എല്ലാവരും ഇപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ ചുവട്ടിൽ വന്നിട്ട് ബാഡ് കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഓടി വന്നോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ അവളുടെ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് വീടിൻ്റെ ഉള്ളിൽ തന്നെ അടയിരിക്കാൻ പറ്റൂല. അവരൊക്കെ ഇഷ്ടപ്പെടുന്ന പ്രൊഫഷണൽ ഏതാണ് അത് അവർ തിരഞ്ഞെടുത്തു, അവർ പോയി. ഇപ്പോൾ ഒരുപാട് ഉദ്ഘാടനം അതും ഇതൊക്കെ കിട്ടുന്നത്. എന്തെങ്കിലും ഉദ്ഘാടനം കിട്ടി അവർ രക്ഷപ്പെടട്ടെ. നമ്മളാരും ചിലവിന് കൊടുക്കുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മൾ അവരുടെ പുറകെ പോയിട്ട് ഇങ്ങനെ ശല്യം ചെയ്യാൻ നിൽക്കുന്നത്? എനിക്കതാ മനസ്സിലാകാത്തത്. ശരിക്കും നമ്മളൊക്കെ തന്നെയല്ലേ രേണുസുതിയെ വിറ്റ് ജീവിക്കുന്നത്? സമൂഹത്തിലുള്ള ആളുകൾ ഇപ്പോൾ ബ്ലോഗർമാരായാലും ഞാനിടയ്ക്കൊക്കെ രേണുവിൻ്റെ പേര് പറയുന്നുണ്ട്. രേണുവിനെ വിറ്റ് തന്നെയാണ് ജീവിക്കുന്നത്. പിന്നെ കുറേ കാലം അവർ പ്രതികരിച്ചിരുന്നില്ല. ഇപ്പം നമ്മളീ ഒരാൾ കണ്ടമാനം ഉപദ്രവിക്കുമ്പോൾ നമ്മളും തിരിച്ച് പ്രതികരിക്കും. അതേപോലെ രേണുസുതി ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ട് മറ്റുള്ള ഇതുപോലെ തുണി അഴിച്ചിട്ട് നടക്കുന്നവരും ട്രൗസർ ഇട്ട് നടക്കുന്നവരെയും ഒക്കെ വീഡിയോസ് ഓരോരുത്തർ വിവാദമാക്കാത്തത്? അവരുടെ അടുത്തൊക്കെ ചെന്നാൽ ശരിക്കും വിവരം അറിയും. പക്ഷേ രേണു ശരിക്കും ഒന്ന് പ്രതികരിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഈ കണ്ട ആളുകളൊക്കെ രേണുവിനെ പഴി പറയുന്നത്. ഇപ്പോൾ ഓരോ പോസ്റ്റിൻ്റെ ചുവട്ടിൽ വന്ന് കമൻ്റ് ഇടുന്ന ഓരോരോ വ്യക്തികൾ അവരൊക്കെ ഇത്രയും കാലം എവിടെയായിരുന്നു? ഇപ്പോൾ രേണുവിൻ്റെ പുറകെ മാത്രം അതേപോലെ ഇൻസ്റ്റയിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അത് അവളുടെ ഇഷ്ടം, അവൾ ചെയ്തോട്ടെ. അവൾ ചോദിക്കുന്നുണ്ടല്ലോ, പല സെലിബ്രിറ്റികളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നതിന് എന്താ തെറ്റ്? സാധാരണക്കാർ ചെയ്യുന്നില്ലേ? സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ വരെ തുണി അഴിച്ചിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ എന്താ രേണുവിന് മാത്രം പ്രത്യേകത എന്ന് എനിക്കറിയില്ല. സുധിയെ ഇപ്പോഴാണ് എല്ലാവരും വാനോളം പുകഴ്ത്തുന്നില്ലേ? ജീവിച്ചിരിക്കുമ്പോൾ സുധിയെക്കുറിച്ച് ഇതേമാതിരി പോസ്റ്റും കാര്യങ്ങളും ആരെങ്കിലും ഇട്ടിട്ടില്ല. അവൾക്ക് അവളെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ. പെണ്ണല്ലേ, എന്ത് കാട്ടിയാലും എന്തോ നഷ്ടപ്പെടാനുള്ളത് അവൾക്ക്, കിട്ടാനുള്ളതും അവൾക്ക്. നമ്മളാരും കൈയിട്ട് മാന്തുന്നില്ല പോയിട്ട്. പിന്നെ എന്തിനാണ് നമ്മൾ കിടന്ന് പട്ടി കുറയ്ക്കുമ്പോൾ കുറച്ചിട്ട് എന്താ കാര്യം? ഇതിന് ചോട്ടിൽ വന്നിട്ട് എല്ലാവരും കൂടി രേണുവിനെ താങ്ങി എന്ന് പറയണ്ട. ഞാനൊരു പെണ്ണ് എന്ന നിലയ്ക്കുള്ള സംസാരമേ സംസാരിച്ചിട്ടുള്ളൂ. ഓക്കെ.